നമസ്കാരം. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഒന്നിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഓഹോ, അതെ, തമോഗർത്തങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള ക്ലിയോ ആബ്രാമിന്റെ ആ വീഡിയോ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് ആ വീഡിയോ. അതെ, ഒരു തമോഗർത്തത്തിലേക്ക് നിങ്ങൾ വീണാൽ ശരിക്കും എന്ത് സംഭവിക്കും? ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ എന്താണ് പറയുന്നത്? അതൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും വളരെ താല്പര്യമുള്ള വിഷയമാണത്. അപ്പം ഈ തമോഗർത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരുത്വാകർഷണം ഭയങ്കരം എന്ന് വെച്ചാൽ അനന്തമെന്ന് വരെ പറയാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അനന്തമോ? അതെ. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനില്ലേ, അതിൻ്റെ മൊത്തം പിണ്ഡമെടുത്തിട്ട് അതിനെ ഞെക്കി ചെറുതാക്കി വെറും ഒരു 3 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിലേക്ക് ഒതുക്കിയെന്ന് കരുതുക. വെറും 3 കിലോമീറ്ററോ? അതെ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരമായ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, അത് കാരണം പ്രകാശത്തിന് പോലും അവിടുന്ന് പുറത്തു വരാൻ പറ്റില്ല. പ്രകാശത്തിന് പോലും പറ്റില്ല. വലിയ നക്ഷത്രങ്ങളൊക്കെ ഇല്ലേ, അവയുടെ അവസാനം, അതായത് ഊർജമൊക്കെ തീർന്ന് അത് സ്വന്തം ഭാരം താങ്ങാനാവാതെ ഉള്ളിലേക്ക് ഇടിഞ്ഞു താഴില്ലേ, അപ്പോഴാണ് ഈ തമോഗർത്തങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ തുടക്കത്തിൽ ഇതൊരു കണക്ക് മാത്രമായിരുന്നില്ലേ, ഒരു തിയറി? ശരിയാണ്. ഐൻസ്റ്റീൻ്റെ ആ സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊന്നിന് സാധ്യതയുണ്ട് എന്ന് കണ്ടു. പക്ഷെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചത്? അത് ശാസ്ത്രജ്ഞർ ചുറ്റുമുള്ള വസ്തുക്കളെ നിരീക്ഷിച്ചു. അതായത് ഈ തമോഗർത്തത്തിന്റെ ഭയങ്കര പിണ്ഡം കാരണം അടുത്തുള്ള നക്ഷത്രങ്ങള്, വാതകങ്ങളൊക്കെ അതിന്റെ സ്വാധീനത്തിൽ വരും. അപ്പോ ശൂന്യമായി കിടക്കുന്നുവെന്ന് തോന്നുന്നവരെടുത്ത് ചില നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടാൽ അവിടെ ഒരു തമോഗർത്തം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഊഹിക്കാം. കൊള്ളാം. വേറെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. അക്രീഷൻ ഡിസ്ക് എന്ന് പറയും. അതായത് തമോഗർത്തം അതിൻ്റെ അടുത്തുള്ള പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുമ്പോൾ ആ പദാർത്ഥങ്ങൾ ചുറ്റും ഒരു ഡിസ്ക് പോലെ അതിവേഗത്തിൽ കറങ്ങും. ഡിസ്ക് പോലെ? അതെ. ആ കറക്കത്തിൽ ഘർഷണം കാരണം ഈ സാധനങ്ങളൊക്കെ ഭയങ്കരമായി ചൂടാവും. എന്നിട്ട് ഭയങ്കര പ്രകാശം പുറത്തുവിടും. ആ പ്രകാശ വലയം നോക്കിയാണ് നമ്മൾ പല തമോഗർത്തങ്ങളെയും തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മുടെ ഗാലക്സിയുടെ നടുക്കുള്ള സാജിറ്റേരിയസ് എ എന്നതിനെയും ഇങ്ങനെ കണ്ടുപിടിച്ചതാണോ? അതെ, അതും ഈ രീതിയിൽ തന്നെ. അതിന് ഏകദേശം 4.3 ദശലക്ഷം സൂര്യന്മാരുടെ പിണ്ഡമുണ്ട്. 4.3 ദശലക്ഷം? പക്ഷേ ആ പിണ്ഡം വെച്ച് നോക്കുമ്പോൾ അതിന്റെ വലിപ്പം അത്ര വലുതല്ല. ഏകദേശം നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ കറങ്ങുന്ന അത്രയൊക്കെ വരൂ. ആണോ? അതെ. പക്ഷേ ഇത് ചെറുതാണ് കേട്ടോ. പ്രപഞ്ചത്തിൽ ഇതിലും എത്രയോ വലിയ തമോഗർത്തങ്ങളുണ്ട്. ടോൺ 618 എന്നൊരെണ്ണമുണ്ട്. ടോൺ 618? അതെ. അതിന് 66 ബില്യൺ സൂര്യന്മാരുടെ പിണ്ഡമാ. എന്റെ ദൈവമേ, 66 ബില്യൺ! അതിന്റെ വലിപ്പം നമ്മുടെ സൗരയൂഥത്തെക്കാൾ 40 മടങ്ങ് വരും. അചിന്തനീയം. ഇത് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അതിപ്പോഴും വലിയൊരു ചോദ്യമാണ്. ഈ വലിപ്പം ഓർക്കുമ്പോ അതിലേക്കൊരു യാത്ര നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കിയാലോ? ഈ സാജിറ്റേറിയസ് എയിലേക്ക് നമ്മളിങ്ങനെ ഫ്രീ ഫോളില് സ്വതന്ത്രമായി വീഴുകയാണെന്ന് വെക്കുക. എന്തായിരിക്കും ആദ്യത്തെ ഒരു ഫീല്? സ്വതന്ത്രമായി വീഴുകയാണെങ്കിൽ തുടക്കത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. നമ്മൾ ഈ ബഹിരാകാശ നിലയത്തിലൊക്കെ യാത്രികർക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടില്ലേ? പക്ഷേ പുറത്തുനിന്നും ഒരാൾ നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ ആ തമോഗർത്തത്തോട് അടുക്കും തോറും ഞങ്ങളുടെ സമയം പതുക്കെയാവുന്നതായി തോന്നും. സമയം പതുക്കെയാവുന്നെന്നോ? അതെന്താ അങ്ങനെ? ഐൻസ്റ്റീൻ്റെ ആ തിയറിയുമായി ബന്ധമുണ്ടോ? അത് തന്നെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് സ്ഥലവും കാലവും വേറെയല്ല. സ്പേസ് ടൈം എന്നൊരൊറ്റ വല പോലെയാണ് സ്പേസ് ടൈം. അതെ. ഈ ഭാരമുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് തമോഗർത്തം പോലുള്ള ഭീമൻ വസ്തുക്കൾ, ഈ സ്പേസ് ടൈം വലയെ വളയ്ക്കും. ആ വളവ് കൂടുന്തോറും സമയം പതുക്കെയാകും. അപ്പോ പുറത്തുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ സമയം ഏതാണ്ട് നിശ്ചലമായ പോലെ തോന്നും. പക്ഷെ ഞങ്ങൾക്ക്, അതായത് തമോഗർത്തത്തിലേക്ക് വീഴുന്ന ഞങ്ങൾക്ക്, പുറത്തുള്ള പ്രപഞ്ചം മുഴുവൻ ഒരു മിന്നായം പോലെ കഴിഞ്ഞു പോയതായിട്ട് തോന്നും. വിശ്വസിക്കാൻ പ്രയാസം. അങ്ങനെ പോയി ഈ ഇവന്റ് ഹൊറൈസൺ എന്നൊരു അതിർത്തിയില്ലേ, അവിടെ എത്തിയാലോ? ഇവന്റ് ഹൊറൈസൺ. അത് ശരിക്കും ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലം. അതെ. പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത അതിർത്തി. അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പേസ് തന്നെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഉള്ളിലേക്ക് ഒഴുകി വീഴുകയാണ്. സ്പേസ് ഒഴുകുകയോ? അതെ. ആ ഒഴുക്കിനെതിരെ നീന്താൻ ഒന്നിനും പറ്റില്ല.
എന്നിട്ട് അതിനപ്പുറം കടന്നാൽ സ്പാഗറ്റിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഭയങ്കരമാണെന്ന് തോന്നുന്നു. സ്പാഗറ്റിഫിക്കേഷൻ. തമോഗർത്തത്തിന്റെ ആ കേന്ദ്രത്തോട് അടുക്കുംതോറും ഗുരുത്വാകർഷണം കൂടുമല്ലോ. അപ്പൊ നമ്മുടെ കാലിൽ അനുഭവപ്പെടുന്ന വലിവ് തലയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലായിരിക്കും. ഓ, ഈ വ്യത്യാസം കാരണം ശരീരം ഒരു നൂല് പോലെ, സ്പാഗറ്റി പോലെ. ഓ, അതാണോ സ്പാഗറ്റിഫിക്കേഷൻ? അതെ, അങ്ങനെ നീണ്ടുപോകും. അതേസമയം വശങ്ങളിൽ നിന്ന് ഒരു ഞെരുക്കവും ഉണ്ടാകും. അവസാനം ശരീരം ആറ്റങ്ങൾ വരെ വേർപെട്ടു പോകും. ഭീകരം. അത് കഴിഞ്ഞ് പിന്നെ സിംഗുലാരിറ്റി ആണോ? എന്താണത്? അതെ, സിംഗുലാരിറ്റി. പക്ഷേ അതൊരു സ്ഥലമല്ല. ഐൻസ്റ്റീന്റെ സിദ്ധാന്തം വെച്ച് നോക്കിയാൽ അത് ഭൗതികശാസ്ത്ര നിയമങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സാന്ദ്രത അനന്തമായ ഒരിടമാണ്. അതോടൊപ്പം അത് സമയത്തിന്റെ അവസാനവുമാണ്. സമയത്തിന്റെ അവസാനവും? അതെ. ഇവന്റ് ഹൊറൈസൺ കടന്ന ഏതൊരു വസ്തുവിനും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് നാളെ വരുന്നത് തടയാൻ നോക്കുന്ന പോലെയാണ്. പറ്റില്ല. അപ്പോ തമോഗർത്തത്തിൽ വീണാൽ എല്ലാം തീർന്നു, അതോടെ തീർന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, തമോഗർത്തങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല, അതില്ലാതാവുമെന്ന്. അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. വിവരങ്ങളുടെ വിരോധാഭാസം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാരഡോക്സ്. ഇൻഫർമേഷൻ പാരഡോക്സ്? അതെ. ഐൻസ്റ്റീന്റെ തിയറി പ്രകാരം തമോഗർത്തത്തിൽ നിന്നൊന്നും പുറത്തുവരില്ല. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് ഹോക്കിംഗ് പറഞ്ഞു, തമോഗർത്തങ്ങൾ പതുക്കെ ഹോക്കിംഗ് റേഡിയേഷൻ പുറത്തുവിട്ട് കാലക്രമേണ ബാഷ്പീകരിച്ച് ഇല്ലാതാവുമെന്ന്. അപ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ, തമോഗർത്തത്തിൽ വീണ വസ്തുക്കളുടെ വിവരം, അതായത് ഇൻഫർമേഷൻ, അതെവിടെ പോകും? ഒരു പുസ്തകം വീണാൽ അതിലെ വാക്കുകളുടെ ക്രമം, ആ വിവരം എവിടെ പോയി? അത് തന്നെ. ഹോക്കിംഗ് റേഡിയേഷനിൽ ആ വിവരം ഇല്ലെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം. പക്ഷെ ഭൗതികശാസ്ത്രം പറയുന്നത് വിവരം ഒരിക്കലും നശിക്കില്ല എന്നല്ലേ? അതെ, അതാണ് കോൺഫ്ലിക്റ്റ്. ഇതാണ് ശാസ്ത്രലോകത്തെ ഒരുപാട് കാലം കുഴപ്പിച്ച ചോദ്യം. വിവരം നഷ്ടപ്പെട്ടാല് നമ്മുടെ ഫിസിക്സിന്റെ അടിസ്ഥാനം തന്നെ ഇളകും. എന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ? ഏറ്റവും പുതിയ പഠനങ്ങള്, അതായത് 2019 ശേഷമുള്ളതൊക്കെ പറയുന്നത് വിവരം ഹോക്കിംഗ് റേഡിയേഷനിൽ നഷ്ടപ്പെടുന്നില്ല എന്നാണ്. അത് വളരെ സൂക്ഷ്മമായ രീതിയിൽ അതിൽ എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻകോഡ് ചെയ്തിട്ടുണ്ടെന്നോ? അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അതിപ്പോഴും ഗവേഷണത്തിലാണ്. ഒരു സാധ്യത ചിലപ്പോൾ ഈ തമോഗർത്തത്തിന്റെ ഉള്ളും പുറവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേം ഹോളുകൾ എന്നൊക്കെ പറയുന്ന സ്പേസ് ടൈമിലെ തുരങ്കങ്ങൾ വഴി. വേം ഹോളുകളോ? അതെ, അതുവഴി വിവരങ്ങൾ പുറത്തെത്തുന്നുണ്ടാവാം. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും സജീവമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ തമോഗർത്തങ്ങൾ വെറും വിചിത്രമായ വസ്തുക്കൾ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയുമൊക്കെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ? തീർച്ചയായും. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ തമോഗർത്തങ്ങളെ പഠിക്കുന്നത് വഴി നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെക്കുറിച്ചും ഇൻഫർമേഷൻ എന്താണെന്നതിനെക്കുറിച്ചുമൊക്കെ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. ശരിയാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും തോറും അതിന്റെ ആ ഒരു നിഗൂഢതയും ഭംഗിയും കൂടിക്കൂടി വരികയാണ്. ശരിയാണ്. നിങ്ങളിനി രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ ഹൃദയത്തിൽ കോടിക്കണക്കിന് സൂര്യന്മാരുടെ പിണ്ഡവുമായി ഒളിഞ്ഞിരിക്കുന്ന ആ അദൃശ്യനായ ഭീമനെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ. ഒരുപക്ഷേ പ്രപഞ്ചത്തിന്റെ താക്കോല് അവിടെയാണോ ഒളിപ്പിച്ചിരിക്കുന്നത്? ആർക്കറിയാം? ആ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതെ, തുടർന്നുകൊണ്ടേയിരിക്കും.